ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 4. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവതേകദേശ നാമാനി മേ കുരു പദാനി ച ഭാവിരിഞ്ചേ ത്യാദൗ രുരോധ കില തേന സ രുദ്രനാമാ. സാരാംശം. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ബ്രഹ്മദേവൻ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അവിടുത്തെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് സനകാദി മഹർഷിമാരെ സൃഷ്ടിച്ചു. അവരോട് സൃഷ്ടിയിൽ തന്നെ സഹായിക്കാനായി പിതാവായ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. അവിടുത്തെ പാദഭക്തിയിൽ മാത്രം ആസക്തരായ അവരത് നിരസിച്ചു. ഇവിടെ വെച്ചാണ് മേൽപ്പത്തൂർ 3-ാം ശ്ലോകം ഉപസംഹരിച്ചത്. സാധാരണ ഉണ്ടാകുന്നതുപോലെ പുത്രന്മാർ തൻ്റെ ആജ്ഞയെ നിരസിച്ചപ്പോൾ ബ്രഹ്മദേവനും കോപം വന്നു. ബ്രഹ്മദേവൻ അത് കടിച്ചു പിടിച്ചു നിർത്തി, പുറത്തു പ്രകടിപ്പിച്ചില്ല. ഇവിടെ കോപം മനുഷ്യർക്ക് മാത്രമല്ല സൃഷ്ടികർത്താവിനും ഉണ്ടായി എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞു വരുന്നത്. കോപത്തെപ്പറ്റി ഭഗവാൻ ഗീതയിലൂടെ സ്പഷ്ടമായി പറയുന്നത് ശ്രദ്ധിക്കാം. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുത്ഭവ മഹാശനോ മഹാപ്രാപ്മ വിദ്യേനമിഹേ വൈരിണം. എന്താണെന്ന് വെച്ചാൽ, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ കാമം തന്നെയാണ് വലിയ ശത്രു. അത് തടസ്സമായി വന്നാൽ കോപമായും പരിണമിക്കുന്നു. അതിനിരയായി എന്ത് കിട്ടിയാലും മതിയാകില്ല. അതാണ് മഹാപാപം. ഈ സംസാരത്തിൽ അതിനെ ശത്രുവായി അർജുന നീ അറിഞ്ഞാലും. അപ്പോൾ ബ്രഹ്മദേവൻ്റെ പുരികങ്ങളുടെ മധ്യഭാഗത്തു നിന്നു അല്ലയോ ഭഗവാനെ അവിടുത്തെ അംശമായ മൃഡൻ ജനിച്ചു. ജനിച്ചയുടനെ തന്നെ പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അതും കരഞ്ഞുകൊണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് ആരാഞ്ഞപ്പോൾ ലഭിച്ച മറുപടി എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നത് പോലെയായിരുന്നു. എന്താണെന്നല്ലേ? മക്കൾ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്നത് അച്ഛ അല്ലെങ്കിൽ അമ്മേ എന്നല്ലേ? ഇവിടെ മൃഡൻ വിളിക്കുന്നത് നോക്കൂ. അല്ലയോ ബ്രഹ്മാവേ, എനിക്ക് പേരുകളും വാസസ്ഥാനങ്ങളും കൽപ്പിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ നിന്നും ഒരു പേരും ഒരു സ്ഥാനവും കൊണ്ട് തൃപ്തിപ്പെടില്ല എന്ന ഗൂഢാർത്ഥവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. കരഞ്ഞുകൊണ്ട് പറഞ്ഞതിനാൽ മൃഡന് രുദ്രൻ എന്ന പേര് ലഭിച്ചു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.